ഹായ് ഫ്രണ്ട്സ്, 2022 മോഡൽ ആൾട്രോസിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ഫ്രണ്ട് പാനൽ റിമൂവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ആൾട്രോസിൽ കുറച്ചധികമാണ്. മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടല്ല എങ്കിൽ പോലും ടാറ്റ ആൾട്രോസിൽ അതൊരു അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. AC വെൻറ്റിൻ്റെ ഇടത് ഭാഗം തൊട്ട് നമുക്ക് പാനൽ റിമൂവ് ചെയ്യേണ്ടി വരും. അത് ക്ലിപ്പ് വളരെ ടൈറ്റാണ്, വളരെ കട്ടി കൂടിയ ക്ലിപ്പുകളാണ്. യഥാർത്ഥത്തിൽ ഒരു 2, 3, 4 ക്ലിപ്പുകൾ മാരുതി നൽകുന്നിടത്ത് ടാറ്റ ഒരു 30-35 ക്ലിപ്പുകളോളം കൂടെ നൽകിയിട്ടുണ്ട്. അതൊരു ഏറെ ബുദ്ധിമുട്ടാണ് അത് റിമൂവ് ചെയ്യാൻ. അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ടൂൾസ് വെച്ച് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പാനൽ പൊട്ടിപ്പോകുന്നതാണ്. ഫ്രണ്ട് പാനൽ സ്ക്രാച്ച് ഇല്ലാതെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൺ ഫിലിം ഒട്ടിക്കുന്ന ക്യൂസർ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആൾട്രോസിൻ്റെ ബേസ് മോഡലിലാണ്. ടോപ്പ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പാനൽ റിമൂവ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അതേപോലെ കണക്ഷൻസ് വ്യത്യാസമുണ്ട്, സ്പീക്കറിൻ്റെ കണക്ഷൻസ് വ്യത്യാസമുണ്ട്. അതെല്ലാം ആംപ്ലിഫയർ ഗ്ലൗ ബോക്സിന് പുറകെയാണ് ഇരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കേണ്ടത്. അതിനുവേണ്ടി വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് അഴിക്കേണ്ട പാനൽ, റിമൂവ് ചെയ്യേണ്ട പാനൽ സ്പീഡോമീറ്ററിന് ചുറ്റുമുള്ള പാനലാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു കൺസോളുണ്ട്. ആ പീസ് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 സ്ക്രൂ ഉണ്ട്. പിന്നെ ഈ പാനലിൻ്റെ താഴെയായിട്ടും 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ റബ്ബർ ബീഡിങ്ങിൻ്റെ അകത്തായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കണ്ടുപിടിച്ച് ആദ്യം സ്പീഡോമീറ്ററിന് ചുറ്റുമുള്ള പാനൽ റിമൂവ് ചെയ്യുക. അതിനുശേഷം AC വെൻറ്റിൻ്റെ ഇടത്ത് ഭാഗം തൊട്ട് സ്റ്റിയറിംഗ് വീൽ വരെയുള്ള ആ പാനൽ റിമൂവ് ചെയ്യുക. അങ്ങനെയാണ് ആൾട്രോസ് ബേസ് മോഡലിൻ്റെ പാനൽ റിമൂവ് ചെയ്യുന്നത് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ആൾട്രോസ് ബേസ് മോഡലായതുകൊണ്ട് തന്നെ സ്പീക്കറിലേക്കുള്ള വയർ രണ്ടാമത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സ്പീക്കറിലേക്കുള്ള വയറുകൾ ചെയ്തതിന് ശേഷം നമുക്ക് GPS-ൻ്റെ കണക്ഷൻ കൊടുക്കാം. USB ഞാൻ അവസാനം കാണിച്ചു തരാം. അത് എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാനത് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഡാഷ്ബോർഡിലോ ഗ്ലൗ ബോക്സിലോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയായിട്ടോ എവിടെ വേണമെങ്കിലും USB-യുടെ പോയിൻ്റ് നൽകാവുന്നതാണ്. ഇതിലെ മെയിൻ പ്രശ്നം ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ തൊട്ട് മുകളിലുള്ള പാനൽ റിമൂവ് ചെയ്യുന്നതാണ് വലിയൊരു ബുദ്ധിമുട്ട്. അത് സൂക്ഷിച്ച് റിമൂവ് ചെയ്യുക. ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞങ്ങൾ ചെയ്തത് ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ്. അതിന് കാരണം കുറേയേറെ ഗ്രൗണ്ട് ക്ലിയറൻസിലുള്ള കുറേ ഒബ്ജക്റ്റുകൾ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതിനാലാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. തൊട്ട് മുകളിലായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ വീതി, ആ പോയിന്റിലേക്ക് കുറച്ച് വീതി കുറവാണ്. താഴെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് ഓരോരുത്തർ നോക്കി ചെയ്യുക. മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ആൾട്രോസിൽ 1500 മുതൽ 3000 രൂപ കൂടുതലായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആൾട്രോസിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പാനലുകളുടെ എണ്ണം കൂടുതലാണ്. AC വെൻറ്റിന് ചുറ്റുമുള്ള പാനൽ ഉൾപ്പെടെ ഒരുപാട് പാനലുകൾ വേണ്ടിവരും. അതേപോലെ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് വർക്ക് കൂടുതൽ വേണ്ടി വരുന്ന വണ്ടിയാണ് ആൾട്രോസ്. അതുകൊണ്ടാണ് അത്രയും പൈസ ഈടാക്കുന്നത്. അടുത്തത് USB-യുടെ കേബിൾസ് കൊടുക്കുന്ന ഭാഗം. അത് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഞാൻ നൽകിയത് സെറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടും പാനലിൻ്റെ ചെറിയ ഹോള് കട്ട് ചെയ്ത് അവിടെ തന്നെ നൽകി. അപ്പം USB നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായതിനാണ് ഞാൻ അവിടെ നൽകിയത്. ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്.